ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ പ്രദർശിപ്പിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി പണപ്പിരിവ് നടത്തിയെന്ന് സ്ഥിരീകരിച്ച് ബംഗളൂരു ശ്രീറാംപുര അയ്യപ്പക്ഷേത്രം ട്രസ്റ്റ് സെക്രട്ടറി. അറസ്റ്റിന് മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷേത്രത്തിൽ എത്തിയിരുന്നെന്നും NS വിശ്വംഭരൻ 24-നോട് പറഞ്ഞു. ആ പ്രതികരണം നമുക്കൊന്ന് കാണാം. ആദ്യം ദീപാരാധന കഴിഞ്ഞതിന് ശേഷം കൊണ്ടുവന്നു കഴിഞ്ഞ് കുറച്ച് ആൾക്കാരൊക്കെ വന്ന് കണ്ടു. അത് കഴിഞ്ഞ് ഇവിടെ വെച്ച് പാക്ക് ചെയ്തു. ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഇല്ല, എല്ലാം പേഴ്സണലാണ് അതൊക്കെ. ഉണ്ണികൃഷ്ണനായിട്ട് അതിനൊരു ബന്ധമില്ല. ഇവിടെ ശബരിമലയിലെ ഒരു ഡോർ ഇവിടെ കൊണ്ടുവന്ന് ഇവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ അത് കാണാൻ നമുക്കൊരു അവസരം ഉണ്ടല്ലോ എന്ന് നമ്മളും വിചാരിച്ചു. ഒരു വ്യവസായികളും അങ്ങനെയുള്ളവരൊക്കെ വന്നു, പല തരത്തിലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. എല്ലാം ഇടപാടും ഉണ്ണികൃഷ്ണൻ പോറ്റി നേരിട്ട് ചെയ്യുന്നതാണ്. നമ്മളായിട്ട് അത് അതിനകത്ത് യാതൊരു ബന്ധവുമില്ല. ഈ ഭക്തരായിട്ടുള്ള വ്യവസായികൾ എല്ലാവരും അത് ഭഗവാനോടുള്ള പ്രതിപത്തി കൊണ്ട് ആളുകൾ ഇത് ചെയ്യും, അത്ര. ഇവിടെ ഈ നിങ്ങൾ നേരിട്ട് കബളിപ്പിക്കപ്പെട്ടവർ നേരിട്ടാരെങ്കിലും അറിയോ ഇങ്ങനെ? ഇല്ല, നമുക്കറിയില്ല. അങ്ങനെ എല്ലാം പോറ്റി നേരിട്ടുള്ളതാ. ഇപ്പൊ കൊടുത്തവരാരും പറയൂല. പോറ്റി നേരിട്ടാണ് ഇടപാട്. സഹായികളുണ്ടോ എന്നല്ലേ കാണണം. എന്നാലും വലിയ തോതിൽ അയാളത് ഉപയോഗിച്ചു. തീർച്ചയായിട്ടും വലിയ തട്ടിപ്പാണല്ലേ ബാംഗ്ലൂരിൽ നടന്നത്? വലിയ തട്ടിപ്പാണ്. ഇപ്പം ഇത് കാണുമ്പോൾ നമ്മൾ അങ്ങനെയാ തോന്നിക്കുന്നത് നമുക്ക്. പോറ്റി ഒരു തരത്തിൽ നിങ്ങളോട് ഈ കാര്യങ്ങളൊന്നും ഇങ്ങനെ ഇതിൽ കാണിക്ക് വെക്കും, പണപ്പിരിവുണ്ട് ഒന്നും പറയാറുമില്ല. നമ്മളാരുമായിട്ട് അവർ അമ്പലത്തിൽ വരുന്നു പോകുന്നു, അത്രേ ഉള്ളൂ. അന്ന് വിശ്വസിച്ചു പോയി. അതെ, പണ്ട് ഇവിടെ ജോലി ചെയ്തിരുന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് വിശ്വസിച്ചു പോയി, അത്രേ ഉള്ളൂ. ആരും ഇങ്ങനെ ഈ വലിയ തുക നൽകിയത് അങ്ങനെ നിങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല? ഇവിടെ പലരും പറയുന്നുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഒരാൾ പറഞ്ഞ അയാളുടെ അമ്പലത്തിൽ. ബംഗളൂരു ശ്രീറാംപുര അയ്യപ്പക്ഷേത്രം ട്രസ്റ്റ് സെക്രട്ടറി NS വിശ്വംഭരനാണ് നമ്മോട് സംസാരിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതെല്ലാം കൊണ്ടു നടന്ന് ബംഗളൂരു പോലെയുള്ള നഗരങ്ങളിലൊക്കെ പല ക്ഷേത്രങ്ങളിലും കൊണ്ടു നടന്ന് പണം പിരിച്ചു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. വളരെ കടുത്ത ആരോപണങ്ങളാണ് വരുന്നത്. ബംഗളൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ് തത്സമയം ചേരുന്നു. അരുൺ, ശരിക്കും ഈ ഭക്തന്മാരുടെ ഒരു ദൗർബല്യത്തെ ഇയാൾ പരമാവധി ചൂഷണം ചെയ്തു എന്ന് വേണമെങ്കിൽ കരുതാം, അല്ലേ? SK തീർച്ചയായും കടുത്ത ചൂഷണം, തട്ടിപ്പാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആ സംഘവും നടത്തിയതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്തരം വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തു വന്നിരുന്നു. അത് സ്ഥിരീകരിക്കുന്ന ഒരു പ്രതികരണമാണ് ബംഗളൂരു ശ്രീറാംപുര അയ്യപ്പ ക്ഷേത്രത്തിലെ അതിൻ്റെ ഭാരവാഹികൾ ഇപ്പോൾ നമ്മോട് ആ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണുള്ളത്. ഈ കാണുന്നതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യമായി പൂജാരിയായി പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ ജോലി ചെയ്തിരുന്ന ആ ക്ഷേത്രം ഇതാണ്. പിന്നീട് ഈ ശബരിമലയിലെ ശ്രീകോവിലിൻ്റെ പുതിയ വാതിൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചാണ് ഇവിടെ പൂജ നടത്തിയത്. പ്രത്യേക പൂജ നടത്തുകയും വലിയ പണപ്പിരിവ് നടത്തുകയും കാണിക്ക സ്വീകരിക്കുകയും ചെയ്തത് ഈ ക്ഷേത്രത്തിലായിരുന്നു. അത് 2019 എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ക്ഷേത്രത്തിലെത്തി അന്ന് ഒരു ദിവസം നീണ്ട പൂജ നടന്നിട്ടുണ്ട്. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആൾക്കാർ, ബംഗളൂരുവിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അതിൽ വ്യവസായികളുണ്ട്, ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരുണ്ട്, ഭക്തജനങ്ങളുണ്ട്. ഇവരിൽ നിന്നെല്ലാം പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. അത് ഈ ക്ഷേത്രം ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള സെക്രട്ടറി പറഞ്ഞത്. അതിനുശേഷം ഈ പണം നഷ്ടമായി എന്ന് പറഞ്ഞ് ഈ ക്ഷേത്രത്തിൽ ഇവിടെ ഇത്തരം തട്ടിപ്പിനിരയായി എന്ന് പറഞ്ഞ് ഈ ക്ഷേത്രത്തിൽ ചിലർ വന്ന് സംസാരിച്ചിട്ടുണ്ട്. എത്ര പേർക്ക് പണം നഷ്ടമായി, എത്ര പണം നഷ്ടമായി എന്നതിനെ സംബന്ധിച്ചൊന്നും ഇവർക്ക് ധാരണയില്ല. ക്ഷേത്രവുമായി ഒരു ബന്ധവുമില്ല. അത്തരം ഇടപാടുകളെല്ലാം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും നേരിട്ടാണ് നടത്തിയത്. ഈ തട്ടിപ്പിനെ പറ്റിയോ അല്ലെങ്കിൽ ഇത്തരം ഒരു ചൂഷണത്തിന് വേണ്ടിയാണ് ഇത് ഇങ്ങോട്ട് ഈ ശബരിമലയിലെ ഈ ശ്രീകോവിലിൻ്റെ വാതിലും സ്വർണ്ണപ്പാളിയെല്ലാം ഇങ്ങോട്ട് എത്തിച്ചത് എന്നതിനെപ്പറ്റി ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. മുമ്പ് ഈ ക്ഷേത്രത്തിൽ പൂജാരിയായി ജോലി ചെയ്തിരുന്നു. ആ ബന്ധം മാത്രമാണുള്ളത്. ഇങ്ങനെ ശബരിമലയിലെ ഒരു ശ്രീകോവിലിൻ്റെ വാതിൽ ഇവിടെ എത്തിക്കുന്നു, ഇവിടെ പൂജ നടത്തുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ ക്ഷേത്രത്തിന് അത് വലിയൊരു അംഗീകാരമാണ്. ഭക്തജനങ്ങൾക്കിടയിൽ ക്ഷേത്രത്തിന് ലഭിക്കുന്ന ഒരു അംഗീകാരമാണ്. അങ്ങനെയാണ് ഇത്തരം ഒരു പൂജ നടത്താൻ, ഇത് പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി
ഇവിടെ അവസരം നൽകിയത്. പക്ഷെ അതിന് പിന്നിൽ ഇത്ര വലിയ ചൂഷണം, തട്ടിപ്പ്, ആ ഭക്തജനങ്ങളുടെ ആ വൈകാരികത മനസ്സിലാക്കി അല്ലെങ്കിൽ ആൾക്കാരുടെ വൈകാരികത മുതലെടുത്ത് തട്ടിപ്പ് നടത്തി എന്നതാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. മറ്റൊരു വിവരം കൂടിയുണ്ട് എസ്കേൻ. ഈ അറസ്റ്റിന് മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ബംഗളൂരുവിലെ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. അതായത് അയാൾ ബംഗളൂരുവിലെത്തി എന്ന് സ്ഥിരീകരിക്കുകയാണ്. അപ്പോൾ ഈ തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അയാൾ എത്തിയത് എന്ന കാര്യം കൂടി ഇനി അന്വേഷിക്കേണ്ട. അത്തരം അന്വേഷണങ്ങളിലേക്ക് വരും ദിവസം SIT കടക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.